إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഈദുൽ ഫിത്റിന്റെ ദിവസം എന്ന് പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള രണ്ട് സന്തോഷങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്സായിമി ഫർഹതാൻ ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒരു നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ നോമ്പ് അവസാനിക്കുന്ന വേളയിൽ ഉണ്ടാകുന്നതായ സന്തോഷമാണ്. അതാണ് ഈദുൽ ഫിത്റിന്റെ സന്തോഷമെന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുള്ളതായ ഏറ്റവും വലിയ സമ്മാനം അവൻ ഏറ്റുവാങ്ങുന്നതായ ദിവസമാണ്. അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുള്ളതായ ഏറ്റവും വലിയ സമ്മാനം അവന് ലഭിക്കുന്നതായ ദിവസമാണ്. അതാണ് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിൽ അവനുള്ളതായ സന്തോഷം എന്നതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അമലുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിച്ച് ആ നോമ്പ് അവസാനിക്കുന്ന വേളയിൽ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കുവാനും അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടിയും നൽകപ്പെട്ടിട്ടുള്ളതായ സുദിനമാണ് ഈദുൽ ഫിത്റിന്റെ സുദിനം എന്ന് പറയുന്നത്. അത് നോമ്പുകാർക്കുള്ളതാണ്. മാത്രമല്ല, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലയെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ഇതിനേക്കാൾ വലിയ സന്തോഷം അവനുണ്ടെന്ന് പറയുമ്പോൾ ആ സന്തോഷത്തെക്കുറിച്ച് ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല അല്ലാഹു തബാറക വ തആല അഅദത്തു ലിഇബാദിയ الصالحين
മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അല്ലാഹു തആല പറയുന്നു, ഞാൻ എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് മാ ലാ ഐനുൻ റഅത്, അവരുടെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ സ്വാലിഹായ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ സ്വാംശീകരിച്ചതായ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് എന്നും അവൻ നന്ദിയുള്ളവനായിരിക്കണം. ഖാല അല്ലാഹു അസ്സ വജൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് സുബ്ഹാനഹു വ തആല. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ഫഅന്നാ തുഫകൂൻ. അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ? ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകി. അപ്രകാരം റിസ്ക് നൽകുന്നവനായി ഏത് ഇലാഹാണ് നിങ്ങൾക്കുള്ളത്? എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യ നീ വ്യതിചലിച്ചു പോകുന്നത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി, ഒരു നല്ല വിശ്വാസിയായി, ഒരു നല്ല മുഅ്മിനായി ജീവിക്കണം. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് മറന്നുപോകരുത്. അള്ളാഹുവിനോടുള്ള കടമകളെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ നമ്മളെ മാതാപിതാക്കളെ കുറിച്ചുള്ള കടമകളെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കളോട് ഏറ്റവും നല്ല സാമീപ്യം വെച്ചു പുലർത്തുന്നവനായിരിക്കണം ഒരു വിശ്വാസി. തന്റെ ജാറിനോട്, അയൽപ്പക്കക്കാരോട് ഏറ്റവും നല്ല സാമീപ്യം വെച്ചു പുലർത്തുന്നവനായിരിക്കണം. അഗതികളോടും അനാഥകളോടും സ്നേഹമുള്ളവനായിരിക്കണം. ധർമ്മിഷ്ഠനായിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി നൽകുവാൻ സാധിക്കുന്നവനായിരിക്കണം. ഇന്ന് ഈദിന്റെ ദിവസമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഈ നാടിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചിരുന്നതായ സമാധാനം, അതിന്റെ വില എത്രയായിരുന്നു എന്നത് മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് ആ നിഅമത്തിന് ശുക്ർ ചെയ്യുകയും അള്ളാഹുവെ ആ സമാധാനവും ശാന്തിയും തിരിച്ചു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാത്രമല്ല, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കുന്നതായ കാര്യമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ മനസ്സിലേക്ക് നമ്മളുടെ ഒരു ദാനം കൊണ്ട് വല്ല സന്തോഷവും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുസല്ലയിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. എന്നിട്ട് അവർ ഓരോരുത്തരും ദാനം ചെയ്യുമായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനധർമ്മത്തിന് അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന, സൽസ്വഭാവിയായ, മറ്റുള്ളവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു നല്ല മുഅ്മിനായി, മുത്തഖിയായി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, നമ്മളിവിടെ പള്ളിയിൽ വന്ന് ഈദ് നമസ്കാരത്തിൽ നമസ്കരിക്കുമ്പോഴും ബെഡുകളിൽ കിടന്ന് പ്രയാസമനുഭവിക്കുന്ന രോഗികളായി കിടക്കുന്ന അനവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ ആരെയും നമ്മൾ ഈ ദിവസത്തിൽ മറന്നുപോകരുത്. ബന്ധം ചേർക്കേണ്ട ദിവസമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനത്തേക്ക് കടന്നു വരുമ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലയോ ജനങ്ങളെ, അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. 3 കാര്യങ്ങളാണ്. നിങ്ങൾ പരസ്പരം സലാം പറയണം. പരസ്പരം സലാം പറയുകയും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന ദിവസമാണിന്ന്.
പരസ്പരം ആശംസകൾ പറയണം. സലാം പറയുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. പരസ്പരം സലാം പറയുന്നത് വർദ്ധിപ്പിക്കണം. മറ്റുള്ളവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ പ്രതിഫലാർഹമായ കാര്യമാണ്. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ നിസ്കരിച്ചിരുന്ന ഖിയാമും നമസ്കാരവും റമദാനിന് ശേഷവും തുടരാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ശാന്തിയോടുകൂടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാമെന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم احفظ بلادنا وسائر بلاد المسلمين والحمد لله رب العالمين.